സുവർണ കഥകളിലേക്ക് സ്വാഗതം. പണ്ട് ഞങ്ങളുടെ തറവാട്ടിലെ അടുക്കളയിൽ നിലത്തിരുന്നു കത്തിക്കുന്ന അടുപ്പായിരുന്നു. കറുത്ത മണ്ണിൽ ചെമ്പരത്തിത്താളി ഒഴിച്ച് മിനുസപ്പെടുത്തി തേച്ചു മിനുക്കിയ ഒന്ന്. അതിൽ 3-4 അടുപ്പുകൾ ഉണ്ടായിരുന്നു. സുബഹിക്ക് കത്തിച്ചു തുടങ്ങിയ പാതിരാവരേക്കും ചൂടും കൊണ്ട് വേവുന്ന അടുപ്പുകൾ. ബൂമറാങ്ങിന്റെ ഷേപ്പിലാണ് അടുക്കള, വളരെ വിശാലമായത്. നേരം വെളുത്താൽ കൃത്യം ആ അടുക്കളയിൽ തന്നെ വന്നു ചേരും തറവാട്ടിലെ ഓരോ പെണ്ണുങ്ങളും. മരത്തിന്റെ പലകകൾ നിരത്തിയിട്ട് വട്ടം കൂടിയിരുന്ന് എല്ലാവരും കഴിക്കുന്നത് മങ്ങിയ ഓർമ്മയാണെങ്കിലും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അടുക്കളയുടെ ഒത്ത നടുക്കായി ഒരു അമ്മിക്കല്ല്, വെള്ളം സൂക്ഷിച്ചു വെച്ച ചെറുതും വലുതുമായ അനവധി പാത്രങ്ങൾ, മൂലയിൽ തൂങ്ങിയാടുന്ന പഴക്കുല, മുകളിലേക്ക് കയറാനുള്ള മരത്തിന്റെ ഗോവണി, അരിയും നെല്ലും സൂക്ഷിച്ച പത്തായവും കുടംപുളിയും ഉപ്പിലിട്ടതും വലിയ ചെമ്പുപാത്രങ്ങളും കൊട്ടയും വട്ടിയും നിരത്തിവെച്ച എപ്പോഴും ഇരുട്ടിന്റെ കനമുള്ള നിലവറയും. അരികുമൊരിഞ്ഞ ഓട്ടടയുടെ മണമാണ് നേരം വെളുത്താൽ അടുക്കളയ്ക്ക്. ഉച്ചയാവുമ്പോൾ കനൽ ചൂടിൽ വാട്ടം വയ്ക്കുന്ന തൂക്കിയിട്ട കുടംപുളിയുടെ മണത്തോടൊപ്പം വെളിച്ചെണ്ണയിൽ മൂപ്പിക്കുന്ന ചെറിയ ഉള്ളിയുടെ മണം. വൈകിട്ട് അരി വറുത്തതിൻ്റെയും അവില് നനച്ചതിൻ്റെയും മണം. രാത്രിയിൽ പൊരിച്ച മീനും കൂട്ടി വിളക്കിന്റെ വെട്ടത്തിൽ വട്ടം കൂടിയിരുന്ന് ചോറ് കഴിക്കുന്നതിൻ്റെ ചെറുതും വലുതുമായ കലപില ഒച്ചകൾ. കാലം കറങ്ങിക്കൊണ്ടിരുന്നു. ഉപ്പ ചെറിയ വീട് വെച്ച് തറവാട്ടിൽ നിന്ന് മാറി താമസിച്ചു. പിന്നെയുള്ള അടുക്കള ഞങ്ങളുടെ ആ ഒറ്റമുറി വീടിൻ്റേതാണ്. ഉയരത്തിൽ പച്ചക്കട്ട കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരടുപ്പും തുളയടുപ്പുമുള്ള ഒരാൾക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന ചെറിയ അടുക്കള. മുള കൊണ്ടുള്ള ഉണക്കമീൻ കൊട്ടയും ഉപ്പിൻ്റെ പാത്രവും അലുമിനിയ വിളക്കും നിരത്തിവച്ച അടുപ്പ്. രാത്രിയാവുമ്പോൾ കാപ്പിച്ചെടിയുടെ ചുള്ളല് വിറക് അടുപ്പിനു മീതെ നിരത്തിവെക്കും. കട്ടിപ്പത്തിരിയും നാടൻ കോഴിയും പോത്തിറച്ചിയും നേന്ത്രക്കായയും തുടങ്ങി വളരെ കുറച്ച് വിഭവങ്ങൾ മാറ്റമില്ലാതെ സ്ഥിരമായി വേവുന്ന ഞങ്ങളുടെ മാത്രം അടുക്കള. പിന്നീട് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് എൻ്റെ വിശ്വവിഖ്യാതമായ അടുക്കള. ഒരുപക്ഷെ എൻ്റെ എഴുത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റെടുത്ത അടുക്കള. മഴക്കാലത്തും വേനൽക്കാലത്തും പ്രത്യേകം സൗകര്യങ്ങൾ സ്വയം തയ്യാറാക്കി തരുന്ന എൻ്റെ പ്രിയപ്പെട്ട അടുക്കള. കാലിയായ ബക്കറ്റിലേക്ക് വെള്ളം തുള്ളിയിട്ട് ഒടുവിൽ നിറഞ്ഞു കവിയുന്ന ഒച്ചയാണ് ആ അടുക്കളയ്ക്ക്. ഒരു നേരത്തും കെടാത്ത കനലുള്ള അടുപ്പും അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം കോരാൻ പറ്റുന്ന കിണറും പൊട്ടിയ ഓടിൽ കൂടി കാണുന്ന ആകാശ കാഴ്ചകളും ആ അടുക്കള എന്നെ ഒരു സ്വപ്നജീവിയാക്കി. ആദ്യമായി ബിരിയാണി ഉണ്ടാക്കിയതും തേങ്ങയരച്ച് കറിവേപ്പിലയും ചുവന്ന മുളകും മൂപ്പിച്ചിട്ട് വറവിട്ട മീൻകറി ഉണ്ടാക്കിയതും നൈസ് പത്തിരി പരത്തിയതും ശ്രീലങ്കയുടെ മാപ്പിന്റെ ഷേപ്പുള്ള ദോശയിൽ നിന്നും വട്ടത്തിൽ പരത്തിയ ദോശ ചുടാൻ പഠിച്ചതും ചേമ്പും താളും കറിവച്ചതും ചക്ക കൊണ്ട് പലവിധ പരീക്ഷണങ്ങൾ നടത്തിയതും, അങ്ങനെ ഞാനൊരു മുൻനിര അടുക്കളക്കാരിയായത് ഈ അടുക്കളയിൽ വെച്ചാണ്. നിറയെ ആളുകളുള്ള ഒച്ചയില്ലാത്ത വീട്ടിൽ ഉള്ളു തേങ്ങിയതും നിറയെ സന്തോഷിച്ചതും എന്നെ നന്നായി അറിഞ്ഞതും ആ അടുക്കളയാണ്. രാവിലെകളിൽ എരുമപ്പാല് തിളച്ചു തൂവുന്ന മണത്തിൽ തുടങ്ങി അർദ്ധരാത്രിയിൽ ഉഴുന്നുമാവ് ചൂടത്തുവെച്ച് പിരിയുന്ന മണത്തിൽ അവസാനിച്ച് ചില സമയങ്ങളിൽ ഉമ്മറം പോലും കാണാതെ അടുക്കളയിൽ മാത്രം തറഞ്ഞുപോയ എത്രയോ ദിവസങ്ങൾ. പാത്രവും ഗ്ലാസും കയ്യിന്ന് വീണ് പൊട്ടിയിട്ടുണ്ട്. മീൻ കരിഞ്ഞിട്ടുണ്ട്. കൈമുട്ടിന് താഴെ പലവട്ടം പൊള്ളിയിട്ടുണ്ട്. മോളെ ഒക്കത്ത് വെച്ച് മോളെ കാണുന്നില്ലെന്നും പറഞ്ഞ് ആധി പിടിച്ച് തിരഞ്ഞ് നടന്നിട്ടുണ്ട്. പെണ്ണിൻ്റെ ജീവിതത്തിന് പുകയുടെ മണമാണ് കൂടുതലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അതെല്ലാം. കുക്കറിൻ്റെ വിസിലോ ഗ്യാസടുപ്പിൻ്റെ പാളലോ അധികം കേൾക്കാത്ത അടുക്കളയിൽ മൺചട്ടിയിൽ പലവിധ രുചികൾ കുഴഞ്ഞു മറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് കാലം മുന്നോട്ടു പോയി. മക്കൾ 3ആയി. പുതിയ വീട് വെച്ചു. അടുക്കളയിൽ നിന്ന് നാരങ്ങാ വെള്ളം കലങ്ങുമ്പോൾ പഞ്ചസാര കലങ്ങുന്ന സൗണ്ട് സിറ്റൗട്ടിലേക്ക് കേൾക്കാത്ത അടുക്കള കിട്ടി. മന്തി വന്നു. അൽഫാമായി. സ്കൂൾ വിട്ട സമയങ്ങളിൽ അടുക്കളയിൽ നൂഡിൽസിന്റെ മണം പരന്നു. മയോണൈസും ടൊമാറ്റോ സോസും ഫ്രഞ്ച് ഫ്രൈസും ടേബിളിൽ നിരന്നു. പുലർച്ചെ 4:30 അലാം കൂവിയുണർത്തി. വിറകടുപ്പും ഗ്യാസടുപ്പും മത്സരിച്ച് കത്തി. നേരം നന്നായി വെളുക്കുമ്പോഴേക്കും വെന്തമണങ്ങൾ ഒതുക്കി വച്ച് അടുക്കള മിന്നിത്തിളങ്ങി. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ മുടി പിന്നിൽ വാരിക്കെട്ടി ആദ്യം കയറുന്നത് അടുക്കളയിലേക്കാണ്. കുന്നോളം പാത്രങ്ങൾ എന്നെയും കാത്തിരുന്നു. പരിഷ്കാരം വന്ന അടുക്കളയിൽ മാക്സിക്ക് മേലെ ഏപ്രണിട്ട് ഞാനും പരിഷ്കാരിയായി.
രാവിലെയും രാത്രിയും നിരന്തരം കുക്കർ നിലവിളിച്ചു. നോൺ സ്റ്റിക് പാത്രത്തിലെ മരത്തിന്റെ തവി ഒച്ചയില്ലായ്മകളുണ്ടാക്കി. മൺചട്ടികളിൽ പൂപ്പല് പിടിച്ചു. ചക്കക്കുരു ഈച്ച വന്ന് പൊതിഞ്ഞു. വീടിന് പിന്നാമ്പുറം നിറയെ ചേമ്പും താളും നിറഞ്ഞ് കാട് മൂടി. വീടും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞാൻ ക്ലോക്കിലേക്ക് മാത്രം നോക്കി വേവലാതി പൂണ്ടു. സെക്കൻഡ് സൂചികൾ പോലും ജീവിതത്തിന്റെ നേർരേഖ വരച്ചു. ഇടയ്ക്ക് നിവരാത്ത നടുവിന് ഹോട്ട് ബാഗ് വെച്ച് പരക്കം പാഞ്ഞു. ഓടിത്തളർന്നപ്പോ, ഓട്ടം നിലച്ചപ്പോ നടുവിന് കത്തിവച്ചു. ഓട്ടപ്പാച്ചിലിന് ഒരു ഇടവേള വന്നു. അട്ടം നോക്കി കിടപ്പ് തുടങ്ങി. ഇപ്പോൾ എൻ്റെ അടുക്കളയിൽ 2 ഉമ്മമാരുമുണ്ട്, ഇക്കാൻ്റെയും എൻ്റെയും. ഇപ്പോൾ നിലവിളിക്കുന്ന കുക്കറില്ല, മൺചട്ടിക്ക് പൂപ്പലില്ല, ചക്കക്കുരുവിൽ ഈച്ചയില്ല, വീടിനു പുറകിൽ ചേമ്പിൻകാടില്ല. വിറകടുപ്പിൽ തിളച്ചുമറയുന്ന ഇറച്ചിക്കറി, നേന്ത്രക്കായ പുഴുക്ക്, സേമിയ പായസം, കട്ടിപ്പത്തിരി, അരികുമുരിഞ്ഞ ഓട്ടട. മക്കളെ കിറുവിച്ചാലും എൻ്റെ അടുക്കളയ്ക്കിപ്പോൾ വല്ലാത്തൊരു മണമാണ്. സ്നേഹത്തിൻ്റെ മണം, പഴമയുടെ മണം, ഉമ്മമാരുടെ സ്നേഹത്തിൻ്റെ മണം. അതിനിടയ്ക്ക് കണ്ട സ്വപ്നങ്ങളൊക്കെയും പൂർത്തിയായപ്പോൾ, അതൊക്കെയും അക്ഷരങ്ങളായപ്പോൾ, പിന്നീടൊരിക്കൽ അച്ചടിച്ച മഷി പുരണ്ടപ്പോൾ അതിനും മറ്റൊരു പേരിടാൻ തോന്നിയില്ല. 2-3 മാസം കൊണ്ട് വിറ്റ് തീർന്ന ആ സ്വപ്നത്തിൻ്റെ പേരും അടുക്കളയെന്നായിരുന്നു. വീണ്ടും കാണാം പ്രതീക്ഷയോടെ. നന്ദി.